ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുപമയും ചീരുവും കൂടിയിട്ട് അനിതയെ കാണാൻ വേണ്ടി ചെല്ലാണ് കേട്ടോ. ഇതേ സമയം അനിതയോട് ചോദിക്കുകയാണ് എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അനിത പറയാണ്, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഞാൻ ഇവിടെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. പിന്നെ എനിക്ക് എൻ്റെ അനിയനൊരു കൂട്ടായി വന്നിരിക്കുന്നത്. ചില മനുഷ്യന്മാർ കഴുകക്കണ്ണിലൂടെ എന്നെ കാണുമ്പോൾ എനിക്ക് പേടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അശോകേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അനിയനെ കൂട്ടുപിടിച്ചു. പക്ഷേ എൻ്റെ അനിയന് ഇങ്ങനെയൊരു ദുരിതം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ അനുപമ അനിതയോട് ചോദിക്കും, സത്യത്തിൽ എന്താണ് അവിടെ നടന്നത് എന്ന് ചോദിക്കാണ്. ദയക്കും ശബരിക്കും ഇടയിലുള്ള പ്രശ്നം എന്താ എന്ന് ചോദിക്കുമ്പോൾ അതെ, ചില മനുഷ്യന്മാർ, ദുഷിച്ച മനസ്സുള്ള മനുഷ്യന്മാർ പല അപവാദങ്ങളും പറഞ്ഞു നടക്കും. പക്ഷേ ദയ അങ്ങനെ ഒരു പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ദയ എന്നെയും ഈ പറയുന്ന ശബരിയെയും ഒരു ഏട്ടത്തിയെ, അതായത് ശബരിയെ കാണുന്നത് ഒരു അമ്മയുടെ സ്ഥാനത്താണ്. ഏട്ടത്തമ്മയെ ആ സ്ഥാനത്ത് കാണുന്ന ശബരിയെ എന്നെയും കുറിച്ച് ദയ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. എന്നാൽ ഞാനും ശബരിക്കും ഇടയിൽ ഒന്നുമില്ല. അവൻ എന്നും എന്നെ ഒരു ഏട്ടത്തമ്മയുടെ സ്ഥാനമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അവിടുത്തെ അച്ഛനും അതുപോലെ തന്നെയാണ്. പക്ഷേ എന്നെപ്പറ്റി ഇങ്ങനെ ദയ പറഞ്ഞുണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയയോട് പറഞ്ഞു കൊടുക്കണം, ദയയുടെ ജീവിതം തകർക്കരുതെന്ന്. ശബരിയും ദയയുമായി നല്ലപോലെ ജീവിക്കണമെന്ന്. ശബരി നല്ല പയ്യനാണ്, അവന് നല്ലൊരു മനസ്സുണ്ട്, ദയെന്ന് വെച്ചാൽ ജീവനാണ് എന്നൊക്കെ അനുപമയോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോഴും അനുപമക്കും ചിരുവിന് കാര്യങ്ങൾ വ്യക്തമായില്ല. ശരിക്കും അവിടെ എന്താണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ശബരിയുടെ പണം 5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് വാസന്തിയുടെയും ധനൻ്റെയും കൈകളിലായിരുന്നു. പിന്നീട് അവരുടെ കൈകളിൽ സേഫല്ലെന്ന് തോന്നുന്ന രാമനാഥൻ അത് വാങ്ങിവെച്ചു. രാമനാഥന് അച്ഛൻ അത് വാങ്ങിവെച്ചു. അച്ഛൻ അത് വാങ്ങിവെച്ചത് പ്രകാരം എൻ്റെ കൈകളിൽ തന്നു. ഞാനാണെങ്കിൽ അത് ശബരിയുടെ റൂമിൽ കൊണ്ടുകൊടുത്തു. പക്ഷേ ഇവിടെ മനഃപൂർവ്വം വാസന്തി ചേച്ചിയും ധനേട്ടനും ദയയെ കൊടുക്കാൻ വേണ്ടി തന്നെ ദയയോട് ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ പണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ദയ തന്നെയാണ് പറഞ്ഞത്. അത് പ്രകാരം ദയ ആരും അറിയാതെ ആ വീട്ടിൽ നിന്നും ആ പണം എടുത്തു കൊണ്ടുപോയി എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം അച്ഛൻ അവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ദയ അച്ഛനോട് പോലും പറയാതെയാണ് ആ പണം എടുത്തു പോയത്. പക്ഷേ ആനന്ദമാഷ് അവിടെ വന്ന ആ സമയത്ത് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ അനന്തമാഷിന് പോലും എൻ്റെ അനിയനെ രക്ഷിക്കണമെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളുടെ അച്ഛൻ ദയയും കൊണ്ട് അവിടെ വന്നു. പിന്നീട് ദയ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം എന്നിട്ട് ശബരി എവിടെ? അവൻ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ് ദയയെ ഇറക്കാൻ എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം അനിതയോട് ചീരവും അതുപോലെ അനുപമയും മാപ്പ് പറയണം കേട്ടോ. എൻ്റെ അനിയത്തി ചെയ്ത തെറ്റിന് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല, അവളുടെ പ്രായത്തിൻ്റെ ഇതാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം. പക്ഷെ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടാൽ മതി. എൻ്റെ പേരിൽ അവരുടെ ജീവിതം തകരുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ദാസുവും രഘുവും എങ്ങനെയെങ്കിലും ഇങ്ങനെ ദയയെ കാണണം, എന്നിട്ട് സത്യത്തിൽ എന്താണ് അവിടെ നടന്നതെന്ന് ദയയോട് ചോദിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ എസ്.ഐയോട് കാര്യങ്ങൾ പറയണം. അപ്പോൾ ദയ ആ സൈഡിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങോട്ടേക്ക് ദയയുടെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ. അപ്പോൾ ദയയാണെങ്കിലോ നിങ്ങളെ എനിക്ക് കാണേണ്ടെന്ന് പലതവണ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് ദയ ദാസനോട് രഘുവിനോട് ചോദിക്കുമ്പോൾ ദാസ് മോളെ നീ എന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അച്ഛൻ്റെ ഭാഷ ഇപ്പോൾ തീർന്നില്ലേ, അച്ഛൻ ഒരിക്കലും പോലീസിൽ എന്നെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആയില്ലേ, ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും എന്നെ ഇരുമ്പൊഴിക്കുള്ളിൽ തളച്ചിടാൻ കൊണ്ടുപോകും, അതും കൂടി അച്ഛനോട് അങ്ങ് വിളിച്ചു പറഞ്ഞേക്ക്, അപ്പോഴേക്കും അച്ഛന് സമാധാനമായി ആവുമെന്ന് പറയാനേട്ടോ. എന്നാൽ ഈ സമയം രഘുവിന് 2 പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട്. ഇത്രയും കാണിച്ചു കൂട്ടിയിട്ടും യാതൊരു അഹങ്കാരത്തിനും കുറവില്ലാത്ത ഇവളെപ്പോലെ ഉള്ളവളെ ഉണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ദയയെ എന്ത് ചെയ്യണമെന്നറിയാതെ രഘു ഇങ്ങനെ ക്ഷമിച്ച് കൈ മടക്കി നിൽക്കണം കേട്ടോ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയ ദാസ് പറയണേ, എൻ്റെ അണ്ണൻ 5 മക്കളെയും പൊന്നുപോലെയാണ് വളർത്തിയത്. പക്ഷേ ഇങ്ങനെ ഒരെണ്ണം ഇത് ഒന്ന് നശിച്ചാൽ എല്ലാതും ഒരുപോലെ ആയി എന്നുള്ളത് തുല്യമായില്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശബരി കയറി വരുന്നത് കേട്ടോ. ശബരിയെ കാണുന്ന ദാസിന് ഒരുപാട് സന്തോഷമാവണം രഘുവിനും. അങ്ങനെ രഘുവിനോട് ശബരി പറയണേ, രഘുവേട്ടാ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നീ എന്തിനാടാ
ക്ഷമ പറയുന്നത്? ഞാനല്ലേ നിന്നോട് ക്ഷമ പറയേണ്ടത്? അത് കേട്ട ഉടൻ തന്നെ അതല്ല രഘുവേട്ടാ, എനിക്ക് അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി മാഷിന് എന്നോട് എന്തെങ്കിലും തോന്നുമോ? ദയയുടെ അച്ഛന് ഇനി സങ്കടമായിട്ടുണ്ടാവുമോ എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ കുടുംബത്തിന് ഇത്രയും വലിയൊരു പേരുദോഷം ഉണ്ടാക്കിയത് ദയയല്ലേ? ഇത് ദയക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ശബരി ഇനി എന്താ തീരുമാനിക്കുന്നത്? കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ശബരി പറയണം, അതുകൊണ്ട് മാത്രം ഞാൻ അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നത്. കാരണം അവൾ എത്രയായാലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ. അതുകൊണ്ട് ഇനി നാളെ എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ എൻ്റെ മകൻ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടാതിരിക്കാൻ മാത്രം ഞാൻ അവളെ ഇറക്കുന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എസ്.ഐയുടെ മുന്നിലോട്ട് ശബരി ചെല്ലാണ്. എന്നിട്ട് ശബരി പറയണേ എനിക്കൊരു കേസുമില്ല എന്ന് പറയണേ. അങ്ങനെ ദയെ വെറുതെ വിടുകയാണ് കേട്ടോ. അങ്ങനെ ദയെ പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ശബരിയായിരിക്കും. ശബരിയെ കാണുന്ന ദയക്ക് അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ലേ? ആ പണം കൊണ്ട് ഇപ്പോൾ എന്താണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ദയ ശബരിയുടെ നേർക്ക് വെച്ചെടുക്കുമ്പോൾ ശബരി പറയണേ, ദയെ നീ ചെയ്ത പ്രവൃത്തി ദോഷം കൊണ്ടാണ് നീ ഇത് അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോഴും നിങ്ങൾ എന്നെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്. പിന്നെ ഞാൻ ആരെ കുറ്റപ്പെടുത്തണം? അനിത ചേച്ചിയുടെ ആങ്ങളെയോ? ആ പയ്യൻ ഒരു തെറ്റും ചെയ്യാതെ ഒരു നിരപരാധിയാണ്. നീ ഈ പണമെടുത്തതിൻ്റെ പേര് അറസ്റ്റ് ചെയ്ത് ദയെ നിനക്കെങ്കിലും എന്നോടെങ്കിലും വിളിച്ച് പറയായിരുന്നില്ലേ ആ പണവുമായി ഞാൻ ഇവിടെ നിന്നും പോയിരിക്കുന്നു എന്ന്? എന്തിന് ഞാനത് വിളിച്ച് പറയണം? നിങ്ങളുടെ റൂമും ആ അനിതയും നിങ്ങളും കൂടി കൈയടക്കിയിരിക്കല്ലേ. പിന്നെ നിങ്ങളുടെ കള്ളങ്ങൾക്ക് ഞാൻ വിളിച്ച് താക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഇത്ര ദേഷ്യമെന്ന് പറയുമ്പോൾ ശബരി ദയയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. ഇനി വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് എപ്പോഴും കേട്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാൽ ഞാൻ എപ്പോഴും കേട്ട് നിൽക്കില്ല എന്ന് പറയാം കേട്ടോ. ഇതേ സമയം എല്ലാവർക്കും മുന്നിൽ ദയയുടെ കരണം നോക്കി ഒന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ദയ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, എന്താ ഇപ്പോഴുണ്ടായതെന്നറിയാതെ ദയ ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ ശബരി രഘുവിനോടും ദാസിനോടും പറയും, എന്നോട് ക്ഷമിക്കണം, എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ ഒരുപാട് കുറ്റബോധം എന്നിലുണ്ട്. പക്ഷേ എനിക്കത് ചെയ്യാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ആ സ്ത്രീയെ, എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെയും എന്നെയും കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടു നിൽക്കാൻ എനിക്ക് ഒരുപക്ഷെ കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് രഘുവിൻ്റെയും ഈ പറയുന്ന ദാസിൻ്റെയും മുന്നിൽ വെച്ചിട്ട് ശബരി പോകുന്ന വഴിക്ക് ദയോട് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നുണ്ടാവും നിനക്ക് അർഹതയുള്ള പണമാണ് നീ എടുത്തതെന്ന്. പക്ഷേ നിനക്കൊരിക്കലും അർഹതയില്ല. ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സ്നേഹിക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് പഠിക്കണം. അല്ലാതെ പണത്തിൻ്റെ പേരിലും പ്രതാപത്തിൻ്റെ പേരിലും എല്ലാം സ്നേഹിക്കേണ്ടത്. അവരുടെ മനസ്സിനനുസരിച്ച് ജീവിക്കാൻ ആദ്യം നീ പഠിക്കുക. എന്നതിന് ശേഷം മതി എൻ്റെ പണത്തിൽ തൊട്ട് കളി എന്ന് പറഞ്ഞിട്ട് ദയയെ ഉപേക്ഷിച്ച് ശബരി അങ്ങ് പോവാണ് കേട്ടോ. ഇനി ദയ ശബരിയുടെ പിറകെ നടക്കേണ്ടി വരും. കുറച്ചൊക്കെ അഹങ്കാരം ഇനിയും കാട്ടുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ താൻ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചത് എന്നുള്ള ആ ഒരു തോന്നൽ ദയക്കുള്ളിൽ വന്നു തുടങ്ങും കേട്ടോ. എന്നാൽ ഈ സമയം അപ്പോഴേക്കും അനുപമയും ചീരുവും അങ്ങോട്ടേക്ക് ഓടിയെത്താണ്. അങ്ങനെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാതെ അവർ ഓടിയെത്തുമ്പോൾ ദയ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്കും അവരെ കാണുമ്പോൾ ദയക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. എത്തിയോ? ഇനിയിപ്പോൾ അടുത്ത ആളും എത്തിയോ എന്നെ ചോദ്യം ചെയ്യുക. എൻ്റെ ഇപ്പുറത്തെ കരണം കൂടി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങളും അങ്ങ് അടിച്ചോളൂ എന്ന് പറയുമ്പോൾ അവർക്കും ഒന്നും മിണ്ടാനാവാതെ അവർ നിൽക്കുകയാണ്. ഇനി അനന്തമാഷിൻ്റെ അടുത്തോട്ട് വീണ്ടും ദയ ചെല്ലുമ്പോൾ ദയയുടെ അഹങ്കാരഭാവം, അച്ഛൻ കാരണമല്ലേ എനിക്ക് ജയിലിൽ കയറേണ്ടി വന്നത് എന്ന ആ മനോഭാവമൊക്കെ കാണുമ്പോൾ മാഷിന് തന്നെ കലി ഇനി വീണ്ടും കയറി വരും കേട്ടോ. ഇങ്ങനെ ഒരു മകളെ എന്തിനാണ് താൻ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് എന്ന സത്യം മാഷ് അറിയുന്നു. ഇനി ആയിരിക്കും ഒരു പക്ഷേ ആ പഴയ പ്രേമം പുറത്തോട്ട് വെളിയിൽ കൊണ്ടുവരുമ്പോൾ മാഷ് കണക്കിന് കൊടുക്കുന്ന ആ ഒരു ഇതൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അമ്പിളിയാണ് ആള്. അമ്പിളിയുടെ വായിൽ നിന്നും അറിയാതെ നീ പണ്ട് പ്രണയിച്ച് നടന്ന അന്ന് നിന്നെ എല്ലാവർക്കും മുന്നിൽ രക്ഷിച്ചത് ആ ശബരിയല്ലടി എന്നുള്ള ആ സത്യം പറയുമ്പോഴായിരിക്കും കേട്ടോ മാഷ് ദയക്കിട്ട് കണക്കിന് കൊടുക്കുന്നത്.